CPIM നേതാവ് KJ ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. പ്രതിയായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ ഒളിവിലാണ്. പോലീസ് അന്വേഷണത്തിൽ എല്ലാം പുറത്തുവരുമെന്ന നിലപാടിലാണ് KJ ഷൈൻ. കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെയും KJ ഷൈൻ തള്ളി. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പോൾ അതിൽ ഗവൺമെൻറ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന്. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്ത പുറത്തുവിട്ടത് VS അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. സൈബർ ആക്രമണങ്ങളിൽ സർക്കാരിന് ഇരട്ട നീതിയെന്നും പ്രതിപക്ഷ നേതാവ്. ഇതെങ്ങനെ പുറത്തുപോയി? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ്. ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാണ്. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉമേഷ്, നിലവിൽ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KN ഉണ്ണികൃഷ്ണൻ ഒരു പരാതി നൽകിയിരുന്നു. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൊഴി മുനമ്പം DYSP രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രതികളിലേക്ക് ഉടൻ എത്താനാകും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. 2 പ്രതികളുടെ പേരാണ് നിലവിൽ FIR ഉള്ളതെങ്കിലും കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ഒപ്പം ഇത് രാഷ്ട്രീയമായി കൂടി ഈ വിഷയം ഏറെ ചർച്ചയാകുകയാണ്. ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. കോൺഗ്രസ് ആരോപിക്കുന്നത് CPIMനകത്തെ വിഭാഗീയത പ്രശ്നമാണ് ഈ വാർത്ത പുറത്തു വരാനുള്ള കാരണം. PS-ന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളുടെ യൂട്യൂബ് ചാനൽ വഴി ഈ വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് CPIMനുള്ള പ്രശ്നം എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ന് KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഒരു ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന്റെ ഉറവിടം അത് പറവൂർ തന്നെയാണ്. അതിന് കോൺഗ്രസുകാരാണ് ഇത് ആദ്യം ഷെയർ ചെയ്തത്. ഏറ്റവും ശക്തമായി ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാരാണ്. ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. ആസൂത്രണത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് തന്നെ എന്ന ആരോപണമാണ് KN ഉണ്ണികൃഷ്ണൻ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചയാവുകയാണ് ഈ വിഷയം. ഉന്മേഷം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.